ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ്നറിനെ സഹായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മുടി കേൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അടുത്ത് സ്ട്രെയിറ്റ്നറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ മുടി കേൾ ചെയ്യും? പലരുടെയും പ്രശ്നമാണ്. ചിലരുടെ കേളി ഹെയർ ആയിരിക്കും, ചിലരുടെ സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും അല്ലേ. എൻ്റെ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഹെയർ കേൾ ചെയ്യും? അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈഡ് ടൂത്തുള്ള ഒരു ചീർപ്പാണ്. ഇത് വെച്ച് നമുക്ക് എൻ്റെ മുടി ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ജട നിർത്താനായിട്ട് നമ്മൾ ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ജടയൊക്കെ തലയിൽ മുടിയിൽ കിടക്കുന്ന ജടയൊക്കെ നന്നായിട്ടൊന്ന് പോക്കുക. എൻ്റെ തലയിൽ നല്ല എണ്ണ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ സോക്സ് കേൾസ് ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ ചെറുതായിട്ട് ചെറിയ എണ്ണയുള്ളൂ. അപ്പം നമുക്ക് എന്താ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 2 സെക്ഷനായിട്ട് നമ്മുടെ ഹെയർ എടുത്ത് ഡീറ്റാക്കിൾ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഈ ജട ഫുള്ള് നിർത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സോക്സ് കേൾസ് എന്നുള്ള സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് സോക്സ് കേൾസ് ചെയ്തിട്ടാണ് കേൾസ് ചെയ്യാൻ പോകുന്നത് മുടി. അപ്പം ഞാൻ പല ഫംഗ്ഷനും പോകുമ്പോൾ ഇങ്ങനെ സോക്സ് കേൾസ് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാണ് കേൾ ചെയ്യുന്നത്? അപ്പം ഞാൻ കരുതി ഇതൊരു വീഡിയോ ആയിട്ട് എന്നാൽ എല്ലാവരും കാണുന്ന തരത്തിൽ ഇടാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എൻ്റെ ഹെയറിലെ കംപ്ലീറ്റ് ജടയും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 സെക്ഷനായിട്ട് ഹെയർ എടുക്കുക. അപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് വകച്ചിലെടുക്കുന്നത്. കാരണം എനിക്ക് അടുത്ത തവണ ഇവിടെയാണ് സ്റ്റൈൽ ചെയ്ത് ഇടാനുള്ളത്. അപ്പം ഞാൻ ഇവിടെ വകച്ചിലെടുക്കാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വൃത്തിയുള്ള സോക്സാണ്. ഇത് നല്ലൊരു സോക്സാണ്, പുതിയ സോക്സാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ സോക്സ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പും കൂടെ തന്നെ കെട്ടിവെക്കാനായിട്ടൊരു റിബും. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ സോക്സ് നമുക്ക് എവിടെയാണോ ആദ്യം സോക്സ് കേൾസ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ സോക്സ് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളൊരു ക്ലിപ്പ് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യുക. ടൈറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യുക കേട്ടോ. കണ്ണാടി ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്, ഫോണിൽ നോക്കിയിട്ട് കറക്റ്റ് ആവുമോ എന്നറിയില്ല. നെക്സ്റ്റ് ഒരു വിരലെടുത്തിട്ട് സെക്ഷനായിട്ട് നമ്മൾ ഈ സോക്സിലേക്ക്, അതായത് സോക്സിന് ചുറ്റും ഒന്ന് നന്നായിട്ട് ചുഴറ്റി കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വൃത്തിയിൽ നമുക്ക് ഈ ഒരു കേൾസ് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ചെയ്ത് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷൻ എടുക്കുക. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് പോവുക കേട്ടോ. അപ്പം ഞാനിവിടെ 3 ലെയർ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി സെയിം ഇതേ പ്രോസസ്സ് തുടർന്നുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. കാരണം ചെറിയ സോക്സ് ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ഹെയറിന് വലിപ്പത്തിനനുസരിച്ചുള്ള സോക്സ് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതും എൻ്റെ ഹെയറിന് കംഫർട്ടായിട്ടുള്ളൊരു സോക്സും ഇതാണ്. ഇനി നമുക്ക് ആ റിബ് വെച്ചിട്ട് നമ്മുടെ ഹെയർ ഒന്ന് ടൈറ്റായിട്ട് തന്നെ സെക്യൂർ ചെയ്യാം. അഴിഞ്ഞു പോവാത്ത വിധത്തിൽ തന്നെ സെക്യൂർ ചെയ്യാം കേട്ടോ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒന്നും നമ്മുടെ മുടി അഴിഞ്ഞു പോകാൻ പാടില്ല. എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറേ നേരം ഹെയർ ഇങ്ങനെ കെട്ടി വെച്ച് കിടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സോക്സ് കേൾസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ തലേ ദിവസം രാത്രിയാണ് ഓരോ ഫംഗ്ഷന് വരാൻ നേരത്തെ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കേളായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒരു ക്രാബ് വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ അടുത്ത സെക്ഷൻ എടുത്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അയ്യോ എൻ്റെ സോക്സ് കാണുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് സോക്സ് കാണുന്നില്ല. ഒന്നും കൂടെ സോക്സ് അവിടെ പോയിട്ട് ഞാൻ എടുത്തു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് സെയിം പ്രോസസ്സ്. നമ്മളൊരു സോക്സ് എടുക്കുക. എവിടെയാണോ നമുക്ക് ഈ സോക്സ് കേൾസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലിപ്പ് വെച്ചിട്ട് പ്ലേസ് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് കംഫർട്ട് ആയതിനെ കൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് സെക്യൂർ ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സെക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ ഹെയറിൽ എണ്ണ ഇട്ടതല്ലാതൊരു ഷൈനിങ് അതെനിക്ക് കിട്ടിയത് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് കാരണമാണ്. അപ്പം നാളെ, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പിറ്റേ ദിവസമാണല്ലോ സോക്സ് ഹെയർ നമ്മൾ അതൊന്ന് കേളായിട്ട് കിടക്കുന്നത് കാണാൻ വേണ്ടി രാവിലെയാണല്ലോ വീഡിയോ എടുക്കുക. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതൊരു സെറാണ്. അത് ഏത് ബ്രാൻഡാന്നൊക്കെ ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും.
നമ്മൾ ഈ ഹെയർ ഫുള്ള് കംപ്ലീറ്റ്ലി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുഴറ്റി കൊടുക്കുക. കംപ്ലീറ്റ് മുടിയും ചുഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഇതൊരു പൂർണ്ണമായിട്ട് നമ്മുടെ മൊത്തം ഹെയർ കേളായിട്ട് കിടക്കും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി നേരത്തെ പോലത്തെ തന്നെ നമ്മൾ ഈ റിബ് എടുത്തിട്ട് ഇതിവിടെ സെക്യൂർ ചെയ്യാം, ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യാം. ഇനി ഞാൻ ഈ ക്രാബ് അഴിച്ചിട്ട് ഈ 2 ഹെയർ സെക്ഷനും കൂടെ മേലോട്ടേക്ക് കെട്ടിവെക്കാൻ പോവാണ്. അതായത് ഞാനിപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് കംഫർട്ടിന് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ തന്നെ വിടാം. ഇനി ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് മേലേക്ക് ക്രാബ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പോവാണ്. ഫൈനലി നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ സോക്സിൻ്റെ ഉള്ളിൽ ഹെയർ കിടക്കുന്നുണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്താ ചെയ്യുക, കിടന്നുറങ്ങാൻ നന്നായിട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സോക്സ് കേൾസ് സക്സസ് ആയോ എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഇത് അഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വോയിസ് ഓവറും കാര്യങ്ങളും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാ ഗേൾസും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാകും. കാരണം നമുക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറെ ഗെറ്റപ്പിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് അഴിച്ചെടുക്കാം. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇനി നമുക്കിത് കെട്ടി വെച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് അപ്പോൾ കേൾസ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സ്ട്രെയിറ്റായി നിൽക്കുന്ന ഹെയർ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും ഈ കേളി ഹെയർ. അപ്പം ഞാൻ ഇതിലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് മാമ എർത്തിൻ്റെ ഒനിയൻ ഹെയർ സെറം. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫ്രിസിനെസ് ആയിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഇത് നമ്മുടെ ഹെയറിനെ ഫ്രിസിനെസ്സും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി നമ്മുടെ ഹെയർ സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ബ്രേക്കേജൊക്കെ തടയാൻ വേണ്ടി സഹായിക്കും. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് നമ്മളെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം തലയിലേക്ക് നമുക്ക് കുളിച്ച് വന്നതിന് ശേഷമോ അല്ലാതെ ഡ്രൈ ഹെയറിലോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നല്ല ഷൈനി സിൽക്കി ഹെയർ കിട്ടുന്നതാണ്. ഞാൻ ഇത് കുറേ മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അടിപൊളി സാധനം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.